ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഇപ്പം നമ്മുടെ ചൂട് സമയമാണ്, സമ്മർ, അതുകൊണ്ട് തന്നെ ഒരു സമ്മർ ഡ്രിങ്ക് ആകാം അല്ലേ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രേപ്പ് സോഡയാണ്. ഗ്രേപ്പ് സോഡ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം. ഗ്രേപ്പ് സോഡ ചേരുവകൾ: ഗ്രേപ്സ് 2 കപ്പ്, പഞ്ചസാര 2 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ആകാം, സോഡ വാട്ടർ 1/2 ലിറ്റർ, പുതിനയില 6-7 എണ്ണം, പച്ചമുളക് 2 എണ്ണം, ഐസ് ക്യൂബ്സ് ആവശ്യാനുസരണം. ഇപ്പോൾ ഇഷ്ടംപോലെ ഗ്രേപ്സ്, മാമ്പഴം എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഗ്രേപ്പ് സോഡ പോലെ തന്നെ നമുക്ക് മാംഗോ സോഡ വേണമെങ്കിൽ ചെയ്യാം, വാട്ടർമെലൺ സോഡ ചെയ്യാം, അതായത് തണ്ണിമത്തൻ കൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ടിൽ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതിപ്പോൾ പച്ച കളറിലെ ഗ്രേപ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് പകരം സാധാരണ ബ്ലാക്ക് ഗ്രേപ്സ് ഉണ്ടല്ലോ, അതിൽ വേണമെങ്കിലും ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ മെത്തേഡാണ്, ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് ഗ്രേപ്സ് വെച്ചിട്ടുണ്ട്. ഇതൊരു ബൗൾ നിറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിപ്പോൾ കപ്പളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2 കപ്പെന്ന് പറഞ്ഞോളൂ. ഓക്കെ, 1.5-2 കപ്പോളം ഗ്രേപ്സ് അത് ഒരു ബ്ലെൻഡറിലേക്ക് മാറ്റുന്നു. സീഡ്ലെസ് ആണെങ്കിൽ കൂടുതൽ നല്ലത്. ഇപ്പോൾ അല്ല, നിർബന്ധമില്ല സീഡ്ലെസ് വേണമെന്ന്. ഇത് ജ്യൂസ് അടിക്കുന്ന ടൈപ്പ് ഗ്രേപ്സാണ്. സീഡുണ്ട്, പക്ഷേ നമ്മൾ അരിച്ചായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം ഇതിനോടൊപ്പം 1-2, ഒരുപാട് വേണ്ട, 2-3 പുതിന ലീവ്സ് ഇളക്കി വെച്ചിട്ടുണ്ട്. പുതിന ലീവ്സ് ഒരു 4-5 ഇല അതും കൂടി ചേർക്കുക. പിന്നെ പഞ്ചസാര, അത് നല്ല മധുരമുള്ള ഗ്രേപ്സ് ആണെങ്കിൽ പഞ്ചസാരയുടെ അളവ് വളരെ കുറച്ച് മതി. ഇതിപ്പോൾ വലിയ മധുരമില്ല ഞാൻ നോക്കുമ്പോൾ. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാരയെ കാട്ടി ഹെൽത്തി വേർഷൻ ഹണി ഉണ്ടെങ്കിൽ ഹണി ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഹണി, തേൻ ചേർത്താലും മതി. ഇനി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പ്യുർ ഗ്രേപ്പ് ആൻഡ് പുതിന ലീവ്സ് റെഡി. ഒരു മിൻറ്റ് ഫ്ലേവറോടുകൂടി. അതിനകത്തേക്ക് ഇതിപ്പോൾ ഒരു ചെറിയ നാരങ്ങയുടെ നീര്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരെന്ന് പറയാം, അതും കൂടി ഒഴിക്കാം. അപ്പോൾ ഈ ബ്ലെൻഡിങ്ങിൻ്റെ സമയത്ത് അതിൻ്റെ കുരു ഒന്നും അരയാത്ത രീതിയിൽ ബ്ലെൻഡ് ചെയ്താൽ മതി. അത്ര ഒരുപാട് നേരം അരച്ചുകൊണ്ടിരുന്ന കുരുവും കൂടി ചിലപ്പോൾ അരിഞ്ഞു പോകും. അതിൻ്റെ ആവശ്യമില്ല, അതിന് മുന്നേ എടുക്കണം. ഇനി ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് ഒരു ബൗളിലേക്ക് മാറ്റാം. ഗ്രേപ്പ് ആൻഡ് മിൻറ്റ് കോൺസെൻട്രേറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഏത് ഫ്രൂട്ടിൽ ചെയ്താലും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ഇപ്പം വാട്ടർമെലണൊക്കെ ആണെങ്കിൽ കുരു മാറ്റിയിട്ട് ചെയ്യുകയാണെങ്കിൽ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്രൂട്ട്സ് എപ്പോഴും ഹോളായിട്ട് കഴിക്കുന്നതാണ് ഹെൽത്തി. അതിൻ്റെ ഫൈബറൊന്നും നഷ്ടപ്പെടില്ല. ഇതിപ്പോൾ നമ്മളൊരു ജ്യൂസായിട്ട് ഉള്ള രീതിയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താലും മതി. ഇനി അതല്ല അരിക്കേണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലാണ്ടും ചെയ്യാം. അപ്പോൾ പക്ഷേ ഈ കുരു ഒന്ന് മാറ്റിയിട്ട് ഓരോ ഗ്രേപ്സും എടുത്ത് അതിൻ്റെ നടുക്കുള്ള കുരു മാറ്റണം, അല്ലെങ്കിൽ സീഡ്ലെസ് ഗ്രേപ്സ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ അരിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യാം. ഒരു ഗ്രീൻ കളറിലെ കോൺസെൻട്രേറ്റഡ് ഗ്രേപ്പ് ജ്യൂസ് കിട്ടിക്കഴിഞ്ഞു. ഇത് അതിൻ്റെ മട്ടി മാത്രമാണ്, കുറച്ച് അതിൻ്റെ സ്കിന്നും അതിൻ്റെ സീഡ്സും. ഇതിനകത്തൊക്കെയാണ് ഫൈബർ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഗ്രേപ്പ് സോഡ തയ്യാറാക്കാം. അപ്പോൾ ഇനി ഐസ് ക്യൂബ്സ് ആവശ്യാനുസരണം, ഇനി ഇതിലേക്ക് പച്ചമുളക്, അതൊക്കെ ഓപ്ഷണലാണ്. ഒരു പച്ചമുളക് 2ആയിട്ട് ഇങ്ങനെ മുറിച്ചതും, സ്വീറ്റ് ആൻഡ് ഒരു ചെറിയൊരു എരിവ് കിട്ടാൻ ഇച്ചിരി ഉപ്പും കൂടി വേണമെങ്കിലും ചേർക്കാൻ പറ്റും. ഇനി പുതിന ഇല 1-2 ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഗ്രേപ്സിൻ്റെ കോൺസെൻട്രേറ്റ് മധുരമുള്ളതാണ്. ഒരു നുള്ളുപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഇതെല്ലാം ഓപ്ഷണൽ കാര്യങ്ങളാണ്. ഇനി ഇതിലേക്ക് തയ്യാറാക്കിയ ഗ്രേപ്പ് ജ്യൂസ് ഈക്വലായിട്ട് ഒഴിക്കുന്നു. നമ്മുടെ സോഡ വാട്ടർ ഒഴിക്കുന്നു. ഒരു സ്പാർക്ലിംഗ് ഡ്രിങ്ക് പോലെ ഇരിക്കുന്നത്. വാവ്, അതിങ്ങനെ പതഞ്ഞു പോകുന്നതാണ് ആദ്യത്തെ ഒരു ഇഫക്റ്റിൽ. പിന്നെ കുറച്ച് താഴെ പോവും. ഓക്കെ, അതനുസരിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നല്ല അടിപൊളി ഗ്രേപ്പ് സോഡ ഈസ് റെഡി. നല്ല സ്പാർക്ലിംഗ് വൈൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്പാർക്ലിംഗ് ഡ്രിങ്കായിട്ടാണ് നമുക്കത് കിട്ടുന്നത്.
അപ്പോൾ ഈ ചൂട് സമയത്ത് ഇങ്ങനെയൊരു തണുത്ത കാര്യം കിട്ടുകയാണെങ്കിൽ എന്ത് സുഖമായിരിക്കുമല്ലേ കഴിക്കുമ്പോൾ. അപ്പോൾ മധുരവും ഒരല്പം ഉപ്പും ഇച്ചിരി എരിവുമായിട്ട് ഈ ഒരു രീതിയിൽ കഴിക്കുക, അടിപൊളിയായിരിക്കും. ഇതാ ഗ്രീൻ കളറിലെ ഗ്രേപ്സ് ആയതുകൊണ്ടാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഒരു കളർ കിട്ടിയിരിക്കുന്നത്. ഇനി അത് നമ്മുടെ കറുത്ത ഗ്രേപ്സ് ആണെങ്കിൽ അത് മറ്റൊരു ബ്യൂട്ടിഫുൾ ഗ്രേപ്പ് കളറായിട്ട് വരും. തണ്ണിമത്തനാണെങ്കിൽ നല്ല വേറൊരു കളറായിരിക്കും. ഇങ്ങനെ ഓരോ ഫ്രൂട്ടും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പോൾ അല്ലാണ്ട് തന്നെ ഷമാം ഫ്രൂട്ട് ഏതിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, സ്ട്രോബെറീസ് കിട്ടുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള കഴിയുന്നിടത്തോളം സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആയിരിക്കും കൂടുതൽ നല്ല. ഓറഞ്ച്, പൈനാപ്പിൾ ഒക്കെ നല്ലതാണ്. അപ്പോൾ ഏതായാലും ഈ രീതിയിൽ സോഡാസ് ഉണ്ടാക്കാം, ഫ്രൂട്ട് സോഡാസ്. ഇത് ഒരു തരം ഒരു ഫ്രൂട്ട് സോഡയാണ് ഞാനൊരു ഗ്രീൻ ഗ്രേപ്സിൽ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു നമ്മുടെ ഒരു നൊസ്റ്റു ഐറ്റം പോലത്തെ ഒരു കാര്യം തന്നെയാണ്, അരിയുണ്ട, സ്പെഷ്യൽ അരിയുണ്ട ഉണ്ടാക്കി നോക്കുക. രണ്ടാമത് കാണിച്ചതും ഒരു സ്പാർക്ലിംഗ് ഡ്രിങ്ക് പോലെയുള്ള നമ്മുടെ സോഡ, ഒരു ഫ്രൂട്ട് സോഡയാണ്, സോഡ ഗ്രേപ്സ് അല്ലെങ്കിൽ ഗ്രേപ്പ് സോഡ എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും തയ്യാറാക്കുക, തീർച്ചയായിട്ടും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.